ചരിത്രത്തിലൂടെ നിങ്ങൾ കടന്നു വന്നാലും ശബരിമലയുടെ വികസന പദ്ധതികളിൽ CPM-ഉം ഇടതുപക്ഷവും അധികാരത്തിലിരുന്നപ്പോൾ നടത്തിയതിനോളം വികസന പ്രവർത്തനങ്ങൾ മറ്റൊരു കക്ഷിയും നടത്തിയിട്ടില്ല. അഥവാ കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ നടത്തിയിട്ടില്ല എന്നുള്ളത് ചരിത്രപരമായ വസ്തുതയാണ്. ശബരിമലയിലേക്ക് നമ്മൾ ദർശനം നടത്താൻ പോകുമ്പോൾ പമ്പയിൽ നിന്ന് മല ചവിട്ടി കടന്നു പോകുമ്പോൾ ഒരു റോഡുണ്ട്. ആ റോഡിന്റെ പേര് ചന്ദ്രാനന്ദൻ റോഡ് എന്നാണ്. ആരാണ് ഈ ചന്ദ്രാനന്ദൻ എന്നറിയാമോ? ചന്ദ്രാനന്ദൻ, PK ചന്ദ്രാനന്ദൻ എന്ന് പറയുന്നത് പുന്നപ്ര വയലാറിന്റെ വളരെ പ്രിയപ്പെട്ട പോരാളിയാണ്. അദ്ദേഹം ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആ ചന്ദ്രാനന്ദന്റെ പേരിൽ എന്തിനാണ് റോഡ് ഇട്ടതെന്നറിയാമോ? പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോകുമ്പോൾ ഭക്തർക്ക് സുഖമായി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പാതയൊരുക്കുക മാത്രമല്ല ഈ PK ചന്ദ്രാനന്ദൻ ചെയ്തത്. എന്നാണ് PK ചന്ദ്രാനന്ദൻ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് വരുന്നതെന്നറിയാമോ? 1967 കാലത്താ. അന്ന് EMS നമ്പൂതിരിപ്പാട് അധികാരത്തിൽ വരുമ്പോൾ അന്ന് ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്ക് നാട്ടുകാർ കടം കൊടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്താ കാരണം എന്നറിയോ? അവർക്ക് ശമ്പളം കിട്ടാത്ത സാഹചര്യം. ആ ശമ്പളം കിട്ടാത്ത സാഹചര്യം ഉണ്ടാക്കി വെച്ച പാർട്ടിയുടെ പേരേതാണെന്നറിയാമോ? അന്ന് കോൺഗ്രസ് പാർട്ടിയാ. പക്ഷെ 1967 പാർട്ടി EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ ശബരിമലയുടേതടക്കമുള്ള വിഷയങ്ങളിൽ PK ചന്ദ്രാനന്ദനും അന്ന് പ്രാക്കുളം ഭാസി എന്ന് പറയുന്ന അന്നത്തെ RSPയുടെ നേതാവ്, ആ പ്രാക്കുളം ഭാസിയും അടക്കമുള്ളവർ നടത്തിയ ഇടപെടലുകൾ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അവരെന്തൊക്കെയാ ചെയ്തെന്നറിയാമോ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഈ പറയുന്ന ശബരിമലയിലെ വികസന പദ്ധതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ആദ്യത്തെ ഈ വികസന പരിപാടി ആദ്യം കൊണ്ടുവരുന്നത് ഈ പ്രാക്കുളം ഭാസിയും ഈ PK ചന്ദ്രാനന്ദനുമാണ്. വഴി നിർമ്മിച്ചു കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, ഈ അന്ന് നിലയ്ക്കൽ വരെ വണ്ടി പോവില്ല. അപ്പൊ വണ്ടി പോവാത്തത് കൊണ്ട് ശബരിമലയിലെ ദേവസ്വം ബോർഡിന്റെ അധികാരികൾ തന്നെ മുൻകൈയെടുത്ത് 2 ബസ് വാങ്ങിയാണ് അത്രയും ദൂരമെങ്കിലും ഈ യാത്രക്കാരെ കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നത്. അന്ന് കേവലം 2 ലക്ഷം ആളുകളാണ് മണ്ഡലകാലത്തും മകരവിളക്കിലും ആ കാലഘട്ടത്തിൽ മാത്രം സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് ഒരു ദിവസം സന്നിധാനത്ത് എത്തിയത് എത്ര പേരാണെന്നറിയാമോ? 1,07,000 ആളുകളാ. ഞാനിപ്പോ കണക്ക് പരിശോധിക്കുകയായിരുന്നു. ഇന്നത്തെ ഏറ്റവും ഒടുവിലുള്ള കണക്ക് കൂടി വരുമ്പോൾ 332.77 കോടി രൂപയാണ് ശബരിമലയിൽ ഇക്കുറിയുള്ള നടവരവ് എന്ന് പറയുന്നത്, മൊത്തം വരുമാനം എന്ന് പറയുന്നത്. ഇത് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്നതാണ്. ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വരവ് ശബരിമലയിൽ രേഖപ്പെടുത്തിയ വർഷമാണിത്. 297 കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം. 1967 2 ലക്ഷം പേര് വന്നിടത്ത് ഇപ്പോ എത്തുന്ന മനുഷ്യരുടെ എണ്ണം നോക്കൂ, 32 ലക്ഷം 36 ലക്ഷം ആളുകളാണ്. ഈ 32 ലക്ഷം ആളുകളാണ് ഈ കുറി മണ്ഡലമാസത്തിൽ 41 ദിവസം കൊണ്ട് വന്നത്. ഇനി ഈ മകരവിളക്ക് കൂടി കഴിയുമ്പോഴേക്ക് അത് 50 ലക്ഷം കടക്കും, അഥവാ 45 ലക്ഷമെങ്കിലും കടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോ അവിടെ മുതൽ ഇങ്ങോട്ട് എങ്ങനെയാണ് ഇടതുപക്ഷം ഭരിച്ചിരുന്ന സന്ദർഭങ്ങളിലെല്ലാം ശബരിമലയുമായി ബന്ധപ്പെട്ട മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കിയത്? ഇപ്പൊ ശബരിമലയിൽ 10 ദിവസത്തെ ഒരു ഉത്സവമുണ്ട്, ഉത്രം മുതൽ ആറാട്ട് വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവം. ആ ഉത്സവത്തിനടക്കമുള്ള പരിപാടികൾ നടത്തിയിരുന്നതും ആറാട്ടുത്സവം തുടങ്ങുന്നതും ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിലാണ്. ഞാനിത് പറഞ്ഞു വന്നത് എന്തിനാണെന്നറിയാമോ? ശബരിമലയെ നശിപ്പിക്കാൻ ഇടതു പാർട്ടിയും CPM-ഉം വലിയ രീതിയിലുള്ള കൊള്ള നടത്തുന്നു എന്ന പ്രചരണം അവാസ്തവമാണെന്നും ചരിത്രത്തിന് നിരക്കാത്തതാണെന്നും പറയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അത് വരുമാനത്തിന്റെ കണക്കിൽ മാത്രമല്ല, അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ അടക്കം. എന്തിനേറെ ശബരിമലയുടെ ഖ്യാതി മറ്റ് സംസ്ഥാനങ്ങൾ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചത് ഈ PK ചന്ദ്രാനന്ദനും സംഘവും ചേർന്ന് നടത്തിയ, ഈ പ്രാക്കുളം ഭാസിയും ഒക്കെ ചേർന്ന് നടത്തിയ അയ്യപ്പ ജ്യോതി എന്ന് പറയുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വലിയ ക്യാമ്പയിനിലൂടെയാണ്. ആ ക്യാമ്പയിനിലൂടെ കൂടിയാണ് ദക്ഷിണേന്ത്യയിൽ കൂടുതൽ ആളുകൾ ശബരിമലയെ കുറിച്ച് അറിയാനും ശബരിമലയിലെ ദർശനത്തിന് വേണ്ടി വരാനും തുടങ്ങിയത് എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് അത് ഇതേ പേരിൽ തന്നെ 2018 വലതുപക്ഷ സംഘടനകൾ ഒരു അയ്യപ്പ ജ്യോതി പ്രയാണം എന്ന് പറയുന്ന സംഭവമൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പാർട്ടി ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടിയുടെ നേതാക്കൾക്കോ പാർട്ടിക്കോ ഇത് വിശദീകരിക്കുന്നതിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ? ഇനി നമ്മൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നാൽ, കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുത്തു, PS പ്രശാന്തന്റെ മൊഴിയെടുത്തു. കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസിൽ നിന്ന് ദേവസ്വം ബോർഡിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു കീറ് കടലാസ് പോയിട്ടില്ല. ഒരു ടെലിഫോൺ സംഭാഷണം പോയിട്ടില്ല, ഒരു മെസ്സേജ് പോയിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി 3 ഇടത്ത് കണ്ടുമുട്ടി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതിലൊന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകംപള്ളി സുരേന്ദ്രൻ കണ്ടെത്തിയത് രമണി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വീട് വെച്ച് കൊടുക്കുന്ന പാറശാലയിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. ആരാണ് രമണി? ഏറ്റുമാനൂരിലെ ഈ സ്റ്റീഫൻ എന്ന് പറയുന്ന കള്ളനെ പിടിച്ചുകൊടുത്ത രമണിക്ക് വേണ്ടി ദേവസ്വം ബോർഡ് വെച്ച് കൊടുത്ത വീടിന്, അത് ദേവസ്വം ബോർഡാണ്, ദേവസ്വം വകുപ്പല്ല, ദേവസ്വം ബോർഡ് വെച്ച് കൊടുത്ത വീടിന് ആ സമയത്ത് സ്പോൺസർഷിപ്പിൽ ഉണ്ടായിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അത് ദേവസ്വം വകുപ്പുമായി ഒരു ബന്ധവുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ആ സമയത്തും കടകംപള്ളി സുരേന്ദ്രൻ ഒരു ബന്ധവുമില്ല, സ്വന്തം മണ്ഡലത്തിൽ പോലുമല്ല.
ഇതാണ് ഒരു സന്ദർഭം. രണ്ടാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് ഈ ബാംഗ്ലൂരിൽ വെച്ച് എയർപോർട്ടിൽ വെച്ച് കണ്ടു എന്ന് പറയുന്നതാണ്. ബാംഗ്ലൂരിലെ ശ്രീരാമപുരം എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ പൂജാരിയായി അന്നറിയപ്പെടുകയും എന്തിന് സോണിയാഗാന്ധി അടക്കം കാണുകയും എല്ലാ നേതാക്കളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും വ്യവസായികളുമായിട്ട് ഭീമയുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ആളാണ് ഇയാൾ. ഇയാൾക്ക് കേരളത്തിലെ കലാകാരന്മാരുമായിട്ട് ബന്ധമുണ്ടായ ആളായിരുന്ന ഇയാൾ. ആന്റണിയുമായി ബന്ധമുണ്ടായിരുന്ന ആളാണ് ഇയാൾ. 2019 ശേഷം അടൂർ പ്രകാശുമായിട്ട് ഏറ്റവും അടുത്ത സൗഹൃദം അഥവാ അറിയാമായിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പരിപാടിക്ക് അടൂർ പ്രകാശ് പോയത് അടൂർ പ്രകാശ് എന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ മാത്രമേ കടകംപള്ളി സുരേന്ദ്രനും അറിയാമായിരുന്നുള്ളൂ. മാത്രമല്ല, നമ്മുടെ മുന്നിൽ ഏതെങ്കിലും ഒരാൾക്ക് സമ്മാനം കൊടുക്കുന്നതായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതായിട്ട് വന്നിരിക്കുന്ന ചിത്രം നിർഭാഗ്യവശാൽ അത് സോണിയാഗാന്ധിയുടേതാണ്. ഞാൻ ഈ കാര്യത്തിൽ സോണിയാഗാന്ധിയെയോ അടൂർ പ്രകാശിനെയോ ആന്റണിയോ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെടുത്തിയ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ അവരതിന്റെ ഗുണഭോക്താക്കളാണെന്നോ അവർ ഏതെങ്കിലും തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചുവെന്നോ വാദമുള്ളയാളെയല്ല. അതേ വാദം തന്നെയാണ് എനിക്ക് കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിലുമുള്ളത്, PS പ്രശാന്തിന്റെ കാര്യത്തിലുമുള്ളത്. ഇനി